ജോൺ സീന, റോമൻ റെയിൻസ്, റോക്ക് ഇവര് 3 പേരും ഒരേ ഷോയിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായി ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഷോയിലാണ് ഇവര് 3 പേര് വരാൻ പോകുന്നത്, എന്താണ് സംഭവം എന്ന് പറയാം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒഡീസി ജോൺ സീന WWE ഫയർ ചെയ്തത് എന്നും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതെല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് മാൻഡി റോസ് വീണ്ടും WWE വരാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അവർ പറഞ്ഞിട്ടുള്ളത് താൻ സ്മാക്ക് ഡൗൺ ബ്രാൻഡ് അല്ലെങ്കിൽ റോ ബ്രാൻഡിലാണ് മത്സരിക്കാൻ വരിക, NXT ബ്രാൻഡിലോട്ട് പോയി വർക്ക് ചെയ്യില്ല എന്നാണ്. അതായത് WWE തന്നെ കമ്പനിയിൽ എടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും താൻ വരുമെന്നും സ്മാക്ക് ഡൗൺ റോ ബ്രാൻഡുകളിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് മാൻഡി റോസ് പറഞ്ഞിട്ടുണ്ട്. നോക്കാം മാൻഡി റോസിനെ വീണ്ടും WWE കൊണ്ടുവരുമോ എന്ന്. ഇനി ഒഡീസി ജോൺസിനെ പറ്റി പറയാം. 2 ദിവസം മുൻപ് ചെയ്ത വീഡിയോയിൽ ഒഡീസി ജോൺസിനെ WWE അവരുടെ വെബ്സൈറ്റിൽ നിന്നും റിമൂവ് ചെയ്ത കാര്യത്തെ പറ്റിയും അത് ചിലപ്പോൾ പേര് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ മാറ്റാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം കാണും ഇങ്ങനെയാണ് അന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് ഒഡീസി ജോൺസിനെതിരെ ഡൊമസ്റ്റിക് വയലൻസ് റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് WWE ഫയർ ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഒഡീസി ജോൺസിനെ ഒഴിവാക്കിയത്, അതല്ലാതെ WWE മനഃപൂർവ്വം റിലീസ് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ന്യൂ ഡേ ടീമിന്റെ ബ്രേക്കപ്പ് ഈ ഒരു റെസ്ലറെ വെച്ച് പ്ലാൻ ചെയ്ത് ഈ റെസ്ലറെ പതിയെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിരുന്നു പ്ലാന്. അപ്പോൾ എല്ലാ പ്ലാനും ഇപ്പോൾ ക്യാൻസലായി പോയി. ഈ ഒരു റെസ്ലറെ മൊത്തത്തിൽ WWE റിലീസ് ചെയ്തു അല്ലെങ്കിൽ ഫയർ ചെയ്തു. ഇനി ഇങ്ങോട്ട് വരുന്ന കാര്യം വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനി ജോൺ സീന, റോക്ക്, റോമൻ റെയിൻസ് ഇവർ 3 പേരും ഒരു ഷോയിൽ വരാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം. അപ്പോൾ ഇവർ 3 പേര് മാത്രമായിരിക്കില്ല, കോഡി റോഡ്സ് അതുപോലെ നിറയെ റെസ്ലേഴ്സ് ഈ ഒരു ഷോയിൽ വരാൻ ചാൻസ് ഉണ്ട്. അതായത് സ്മാക്ക് ഡൗൺ സെപ്റ്റംബർ 13 മുതൽ ഫോക്സ് നെറ്റ്വർക്കിൽ നിന്നും USA നെറ്റ്വർക്കിലാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ USA നെറ്റ്വർക്കിൽ പോകുന്ന ഫസ്റ്റ് ഷോ ഒരു സ്മാക്ക് ഡൗൺ പ്രീമിയർ ആയിട്ട് ഭയങ്കരമായിട്ട് നടത്താനാണ് WWE പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷോയിലാണ് റോക്ക്, റോമൻ റെയിൻസ്, ജോൺ സീന ഇവരെല്ലാം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട്സ് എല്ലാം വന്നിട്ടുള്ളത്. അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട്. സാധാരണ ഇങ്ങനെ ഷോ കൈമാറുന്ന സമയത്ത് നല്ല അടിപൊളി ഷോയാക്കി നിറയെ റെസ്ലേഴ്സിനെ കൊണ്ടുവന്ന് ഫസ്റ്റ് ഷോ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ഈ സെപ്റ്റംബർ 13 നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡും കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലാണ് ഇവരെല്ലാം വരാൻ പോകുന്നത്. ഇനി റോമൻ റെയിൻസ് അതിനേക്കാൾ മുൻപ് വരുമോ എന്നറിയില്ല, പക്ഷേ സെപ്റ്റംബർ 13 ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ഇനി USA നെറ്റ്വർക്കാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫോക്സ് നെറ്റ്വർക്കിൻ്റെ മുഴുവൻ ഡീലും അവസാനിച്ചു. അപ്പോൾ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് സെപ്റ്റംബർ 13 ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ റോക്ക്, സീന കൺഫേം ആയിട്ട് വരും എന്നല്ല, ഇപ്പോൾ വന്നിട്ടുള്ള ന്യൂസ് വെച്ചാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം.